ഐ-കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ബികോമിലെ EVS എന്ന സബ്ജക്റ്റിൻ്റെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള ഇൻഡസ്ട്രി ആൻഡ് എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ്. മൊഡ്യൂളിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് പൊല്യൂഷൻ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. Pollution is an undesirable change in the physical, chemical or biological characteristics on air, water and land that will harmfully affect human life and the lives of desirable species. അപ്പം എർത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള എല്ലാ സ്പീഷ്യസിൻ്റെയും, അതിപ്പോൾ ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പീഷ്യസ് ആയിക്കോട്ടെ, ബോത്ത് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് കമ്മോഡിറ്റീസ്, അപ്പം എല്ലാം വരും. എർത്തിലുള്ള അല്ലെങ്കിൽ ബയോസ്ഫിയറിലുള്ള എല്ലാ സ്പീഷ്യസിൻ്റെയും ആ ഒരു ലൈഫിന് ഹാംഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു അൺഡിസൈറബിൾ ചേഞ്ചിനെയാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ അൺഡിസൈറബിൾ ചേഞ്ച് എന്ന് പറയുമ്പം എയറിൻ്റെയും വാട്ടറിൻ്റെയും ലാൻഡിൻ്റെയൊക്കെ ഫിസിക്കൽ കണ്ടീഷൻസിലാവാം, അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലാവാം, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലാവാം, അല്ലെങ്കിൽ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലാവാം. അപ്പോൾ ഈ പറയുന്ന എന്തിലാണെങ്കിലും ഒരു അൺഡിസൈറബിൾ ചേഞ്ച് ഉണ്ടാകുന്നു. അത് ഹ്യൂമൻ ലൈഫിനെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് സ്പീഷ്യസിൻ്റെ ലൈഫിനെ ആണെങ്കിലും ഹാർംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പൊല്യൂട്ടൻസ് ആണ്. പൊല്യൂട്ടൻസ് നമുക്കറിയാം, പൊല്യൂഷന് കാരണമാകുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിന് കാരണമാവുന്ന സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ കളക്റ്റീവായിട്ട് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് definition of pollution ആണ്. Pollution can be defined as the introduction by humans deliberately or inadvertently of substances or energy, heat, radiation, noise into the environment resulting in a deleterious effect. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് as we all know, പൊല്യൂഷൻ്റെ കാരണക്കാരെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സ് തന്നെയാണ്. കാരണം ഹ്യൂമൻ ബീങ്സ് ഈ ഒരു നേച്ചറിനെ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേച്ചറിനെ യൂസ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു പൊല്യൂഷൻ ഉണ്ടാകും. ചിലപ്പോൾ അത് ഡെലിബറേറ്റ്ലി നടക്കുന്നതാവാം, അല്ലെങ്കിൽ ആ ഒരു ബൈ കോസ് അല്ലെങ്കിൽ ഒരു ബൈ ചാൻസ് നടന്നു പോകുന്നതാവാം. എന്താണെങ്കിലും ആ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു ഇഫക്റ്റ്, ആ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റിനെയാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. The various types of pollutions are air, water, soil, marine, noise, thermal and nuclear pollution. നമുക്ക് തന്നെ അറിയാം, നമ്മൾ പണ്ട് തൊട്ടേ ഒരുപാട് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. എയർ പൊല്യൂഷനുണ്ട്, വാട്ടർ പൊല്യൂഷനുണ്ട്, സോയിൽ പൊല്യൂഷനുണ്ട്, മറൈൻ പൊല്യൂഷനുണ്ട്, നോയിസ് പൊല്യൂഷനുണ്ട്, തെർമൽ പൊല്യൂഷനുണ്ട്, ന്യൂക്ലിയർ പൊല്യൂഷനുണ്ട്. അങ്ങനെ പല ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് എയർ പൊല്യൂഷനെ കുറിച്ചിട്ടാണ്. Air pollution is basically the presence of foreign substances in air in excessive concentration which adversely affects the well-being of the individual or causes damage to property. അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച്, അതിൻ്റെ ആ ഒരു സബ്സ്റ്റൻസസിൻ്റെ പ്രസൻസ് എയറിൽ അല്ലെങ്കിൽ എക്സസീവായിട്ടുള്ള അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ മൂലം എല്ലാവിധ ഇൻഡിവിജ്വൽസ്, അതായത് ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ആണെങ്കിലും മറ്റ് സ്പീഷ്യസിൻ്റെ ആണെങ്കിലും വെൽബീയിങ്ങിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റൻസസ്, എയറിലുള്ള ആ ഒരു സബ്സ്റ്റൻസസിൻ്റെ എക്സസീവായിട്ടുള്ള കോൺസെൻട്രേഷൻ, അത് ഇതുപോലെയുള്ള സ്പീഷ്യസിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ എല്ലാം വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു, അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസിനെല്ലാം ഡാമേജസ് കോസ് ചെയ്യുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എയറിൽ ഫോറിൻ സബ്സ്റ്റൻസസിൻ്റെ എക്സസീവായിട്ടുള്ള കോൺസെൻട്രേഷൻ കാണപ്പെടുന്നു. അതാണ് എയർ പൊല്യൂഷൻ. അടുത്തത് കോസസ് ഓഫ് എയർ പൊല്യൂഷനാണ്. എയർ പൊല്യൂഷൻ്റെ കോസസ് അതൊക്കെ നമുക്ക് വളരെ പണ്ടുതൊട്ടേ അറിയാവുന്ന കാര്യങ്ങളാണ്, വളരെ ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പം കോസസ് ഓഫ് എയർ പൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൾസ് ബേൺ ചെയ്യുന്നു, ഓവർ ആൻഡ് എബോവ് ആയിട്ട്
ബേൺ ചെയ്യുന്നതിലൂടെ എയർ പൊല്യൂഷൻസ് ഉണ്ടാകും. ഓട്ടോമൊബൈൽസ്, ഈ വെഹിക്കിൾസിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള യൂസസും കൊണ്ട് എയർ പൊല്യൂഷൻ ഉണ്ടാകും. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ തന്നെ പലതരത്തിലുള്ള ഈ പെസ്റ്റിസൈഡ്സും കെമിക്കൽസും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സും ഒക്കെ സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പാർട്ടിക്കിൾസ് എയറിലേക്ക് തന്നെയാണ് പോകുന്നത്. അതും എയർ പൊല്യൂഷൻ കോസ് ചെയ്യും. ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഒബ്വിയസ്ലി നമുക്ക് അറിയാവുന്നൊരു കോഴ്സ് തന്നെയാണത്. ഫാക്ടറീസിലെയും ഇൻഡസ്ട്രീസിലെയൊക്കെ കെമിക്കൽ ഗ്യാസസ് ഒമിഷൻസ് ഒക്കെ കാരണം എയർ പൊല്യൂഷൻ ഉണ്ടാവും. മൈനിങ് നടത്തുന്നത് വഴിയും അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ എക്സ്ട്രാക്ഷൻ കാരണവും എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. ഡൊമസ്റ്റിക്കലി നമ്മൾ ഈ ചില ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് കാരണം ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ വീട്ടിൽ കൂട്ടിയിട്ട് കത്തിക്കും. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ചെയ്യുന്നതും എയർ പൊല്യൂഷൻ കാരണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡൊമസ്റ്റിക് ആയിട്ടുള്ള സോഴ്സസിലൂടെയും എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷനെ കുറിച്ചാണ്. അപ്പം എയർ പൊല്യൂഷൻ എന്തൊക്കെ ഇഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്? ഡിസീസസ് ഉണ്ടാക്കുന്നു. പലതരത്തിലുള്ള റെസ്പിറേറ്ററി ഡിസീസസ് അല്ലെങ്കിൽ ക്യാൻസർ പോലെയൊക്കെയുള്ള ഹാർംഫുൾ ഡിസീസസിന് എയർ പൊല്യൂഷൻ കാരണമാകുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ടെമ്പറേച്ചർ ലെവൽ കൂടുക, അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റിക് ചേഞ്ചസ്, ഇതെല്ലാം ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ അതും എയർ പൊല്യൂഷൻ്റെ ഒരു ഇഫക്റ്റ് തന്നെയാണ്. ആസിഡ് റെയിൻ, നമ്മുടെ എൻവയോൺമെൻറ്റിലെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ pH ലെവലിൻ്റെ വേരിയേഷൻ കാരണം നമുക്ക് ആസിഡ് റെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും എയർ പൊല്യൂഷൻ മൂലമാണ് ഉണ്ടാവുന്നത്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ, നമ്മുടെ ഓസോൺ ലെയറിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഹോൾസ് ഉണ്ടാവുക, അതുപോലെ അത് ഡിപ്ലീറ്റ് ചെയ്യുക, അതെല്ലാം എയർ പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്ന കാര്യമാണ്. ഇഫക്ട്സ് ഓൺ ആനിമൽസ്, അതായത് നമ്മൾ പറഞ്ഞ എല്ലാ വെൽബീങ്സിലും അല്ലെങ്കിൽ എല്ലാ സ്പീഷ്യസിലും ഇഫക്ട്സ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഹാർംഫുള്ളായിട്ട് ഇഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഹ്യൂമൻ ബീങ്സിനുണ്ടാകുന്ന പോലെ തന്നെ ആനിമൽസിനും അതുപോലെ പ്ലാന്റ്സിനും എല്ലാം എയർ പൊല്യൂഷൻ കാരണം പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഇപ്പോൾ എയർ പൊല്യൂഷൻ കൊണ്ട് ആസിഡ് റെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആസിഡ് റെയിൻ ഇപ്പോൾ ചിലപ്പോൾ ഹ്യൂമൻ ബീങ്സിന് അതിൽ നിന്ന് ഒരു പരിധി വരെയൊക്കെ ഹ്യൂമൻ ബീങ്സിന് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആനിമൽസ്, ഇപ്പോൾ വൈൽഡ് ആനിമൽസിനൊക്കെ ആസിഡ് റെയിനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് അങ്ങനെ വളരെ ഇതായിട്ടുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ പ്ലാന്റ്സ്, ട്രീസ്, അതിനൊന്നും ആസിഡ് റെയിനിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവാൻ പറ്റത്തില്ല. അപ്പം ആനിമൽസിലും പ്ലാന്റ്സിലും എല്ലാം എയർ പൊല്യൂഷൻ്റെ ഇഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. അടുത്ത് നോക്കുന്നത് കൺട്രോൾ മെഷേഴ്സാണ്. കൺട്രോൾ മെഷേഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ: കൺട്രോളിങ് ഫ്യൂഗിറ്റീവ് ഡസ്റ്റ് എമിഷൻസ് ബൈ വാട്ടറിങ് ഓർ യൂസിങ് ഓയിൽ ഓൺ റോഡ്സ്. ഈ പ്രത്യേക തരത്തിലുള്ള ഈ വെഹിക്കിൾസിൽ നിന്നുണ്ടാകുന്ന എമിഷൻസ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് എമിഷൻസ് എല്ലാം ഡസ്റ്റ് എമിഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റോഡിൽ ഓയിലോ വാട്ടറോ ചെയ്യുന്നതിലൂടെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് എയർ പൊല്യൂഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഇൻക്രീസിങ് റൊട്ടീൻ ഇൻസ്പെക്ഷൻ ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് പ്രിവെൻറ്റേറ്റീവ് മെയിൻ്റനൻസ്. എക്സാമ്പിൾ റീപ്ലേസിങ് ലീക്കി വാൽവ്സ് ആൻഡ് പൈപ്സ്. അപ്പം ഈ ഏതെങ്കിലുമൊക്കെ ഇൻഡസ്ട്രീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്യുപ്മെൻറ്റ്സിൻ്റെ റൊട്ടീനായിട്ടുള്ള ഇൻസ്പെക്ഷൻ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും തകരാറുകളുണ്ടോ, എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ടൈംലി ചെയ്യുന്നതിലൂടെ നമുക്ക് എയർ പൊല്യൂഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. Applying zoning or planning ordinance to distribute or minimize the impact of air pollution sources in a community. അത് കമ്മ്യൂണിറ്റിയിൽ ഒരു അവെയർനെസ് ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഒരു സോണിങ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഓർഡിനൻസ് പ്ലാൻ ചെയ്യുന്നതിലൂടെ അപ്പം ആ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ പൊല്യൂഷൻ സോഴ്സസിൻ്റെ ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്യാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ മെറ്റീരിയൽ സബ്സ്റ്റിറ്റ്യൂഷൻ, എക്സാമ്പിൾ ചേഞ്ചിങ് ദ ഫ്യൂൽ. അതായത് ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏത് സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണോ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ലെസ് ഹാർംഫുള്ളായിട്ടുള്ള സബ്സ്റ്റൻസും ഉണ്ട് അല്ലെങ്കിൽ മെറ്റീരിയലും ഉണ്ട്, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനെയാണ് മെറ്റീരിയൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മെറ്റീരിയൽ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് എയർ പൊല്യൂഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇനി വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ടാണ്. ഓൾദോ 71% ഓഫ് എർത്ത് സർഫേസ് ഇസ് കവേർഡ് ബൈ വാട്ടർ, ഓൺലി എ ടൈനി ഫ്രാക്ഷൻ ഓഫ് ദിസ് വാട്ടർ ഈസ് അവൈലബിൾ ടു അസ് ആസ് ഫ്രഷ് വാട്ടർ. About 97% of the total water available on earth is found in the oceans and is too salty for drinking or irrigation. The remaining 3% is fresh water.
നമുക്കറിയാം നമ്മുടെ എർത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വാട്ടർ തന്നെയാണ്. എർത്തിൻ്റെ സർഫേസിൻ്റെ 71% കവർ ചെയ്തിരിക്കുന്ന വാട്ടർ തന്നെയാണ്. പക്ഷേ ഈ 71% ഉണ്ടെങ്കിലും അതിനകത്തൊരു ചെറിയ പോർഷൻ മാത്രമേ നമുക്ക് യൂസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ഫ്രഷ് വാട്ടറായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 71%ൻ്റെയും 97%ഉം ഓഷൻ വാട്ടറും അല്ലെങ്കിൽ സീ വാട്ടറും തന്നെ. അപ്പോൾ അത് സോൾട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഡ്രിങ്കിങ് പർപ്പസിനോ അല്ലെങ്കിൽ ഇറിഗേഷൻ പർപ്പസിനോ ഒന്നും വേണ്ടിയിട്ട് ആ ഒരു വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ബാക്കി ആ 97-ലെ ബാക്കി 3% മാത്രമാണ് നമുക്ക് ഫ്രഷ് വാട്ടറായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓഫ് ദീസ് 2.997% is locked in ice gaps or glaciers. Thus, only 0.003% of the Earth's total volume of water is easily available to us as soil moisture, groundwater, water vapor and the water in lakes, streams, rivers and wetlands. So, ഈ 3% നമ്മൾ പറഞ്ഞെങ്കിലും അതിനകത്തെയും 2.99% ഐസ് ഗ്യാപ്സിലും ഗ്ലേസിയേഴ്സിലും ഒക്കെ ലോക്ക്ഡ് ആയിട്ടാണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് അവൈൽ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ക്ലിയർലി പറയുകയാണെങ്കിൽ ഒരു 0.003% ഓഫ് എർത്ത് ടോട്ടൽ വോളിയം ഓഫ് വാട്ടർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിപ്പം ലേക്സിലാവാം, സ്ട്രീംസിലാവാം, റിവേഴ്സിലാവാം, വെറ്റ്ലാൻഡ്സിലാവാം, അങ്ങനെ പല ഫോംസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്രയും മാത്രമാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഡെഫിനിഷൻ ഓഫ് വാട്ടർ പൊല്യൂഷനാണ്. Water pollution can be defined as the presence of some foreign substances or impurities in water in such quantity so as to constitute a health hazard by lowering the water quality and making it unfit for use. നമ്മൾ എയർ പൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു ഫോറിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഒരു കോൺസെൻട്രേറ്റഡ് ക്വാണ്ടിറ്റിയിൽ വാട്ടറിൽ കാണപ്പെടുന്നു. അത് ഇപ്പം നമ്മുടെ ഹെൽത്ത് ഹസാർഡ് അല്ലെങ്കിൽ ഒരു ഹാർംഫുൾ എഫക്റ്റ്, നമ്മുടെ ഹെൽത്തിനൊരു ഹാർംഫുൾ എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്തോ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് വാട്ടറിൽ പ്രസൻറ്റഡ് ആണ്. അത് നമ്മുടെ വാട്ടറിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുകയും നമുക്ക് യൂസബിൾ അല്ല, അൺഫിറ്റ് ഫോർ യൂസ് ആക്കുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ആണ്. ഡിസീസ് കോസിങ് ഏജൻറ്റ്സ്. നമുക്കറിയാം വാട്ടർ പൊല്യൂഷനിലൂടെ ഒരു ഡിസീസ് കോസിങ് ഏജൻറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. അതായത് വാട്ടർ എല്ലാ സ്പീഷീസും കൺസ്യൂം ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് തന്നെയാണ് വാട്ടർ. ആ വാട്ടർ പൊല്യൂട്ടഡ് ആവുകയാണെങ്കിൽ അതുവഴി നമുക്ക് ഡിസീസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊരു ഡിസീസ് കോസിങ് ഏജൻ്റായിട്ട് മാറുന്നു. ഡിസീസ് കോസിങ് ആണ് അതിൻ്റെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ എഫക്റ്റ് എന്ന് വെച്ചാൽ വളരെ ഹാർംഫുള്ളായിട്ടുള്ള എഫക്ട്സ്, അതായത് ഹ്യൂമൻ ബീങ്സിലാണെങ്കിലും അതുപോലുള്ള മറ്റ് സ്പീഷീസിലാണെങ്കിലും വളരെ ഹാർംഫുള്ളായിട്ടുള്ള ഇഫക്ട്സ് ആണ് അതുണ്ടാക്കുന്നത്. ഓക്സിജൻ ഡിപ്ലീറ്റിംഗ് വേസ്റ്റസ്. അപ്പോൾ ഈ വാട്ടറിലേക്ക് തന്നെ, ഈ വാട്ടർ സോഴ്സസിലേക്ക് തന്നെ വളരെ ഹാർംഫുള്ളായിട്ടുള്ള വേസ്റ്റ്, ഓക്സിജനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന രീതി, അതായത് വാട്ടറിലെ ഓക്സിജൻ കണ്ടൻറ്റിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നതിലുള്ള തരത്തിലുള്ള വേസ്റ്റ് നമ്മൾ ഡംപ് ചെയ്യുന്നതിലൂടെ ഓക്സിജൻ ലെവലിനെയാണ് അത് ഇഫക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇഫക്ട്സ് ഉണ്ടാക്കുന്നത് ഓക്സിജൻ ലെവലിനാണ്. ഒബ്വിയസ്ലി ഓക്സിജൻ ലെവലിന് ഇഫക്ട്സ് ഉണ്ടായാൽ അത് എല്ലാ സ്പീഷീസിനെയും തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. പറയുന്നത് വാട്ടർ സോല്യൂബിൾ ഇൻഓർഗാനിക് കെമിക്കൽസ്. ഒരു വാട്ടർ പൊല്യൂഷൻ്റെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ള ഇൻഓർഗാനിക് കെമിക്കൽസിനെ വാട്ടറിലേക്ക് ഡംപ് ചെയ്യുന്നതാണ്. അതും നമുക്ക് വളരെ ഹസാഡസ് ആയിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാക്കും. ഇൻഓർഗാനിക് പ്ലാന്റ് ന്യൂട്രിയൻസ്. ഇൻഓർഗാനിക് ആയിട്ടുള്ള പ്ലാന്റ് ന്യൂട്രിയൻസും വാട്ടറുമായിട്ട് അല്ലെങ്കിൽ മിക്സ് ആവുന്നതിലൂടെയും അവിടെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അതും നമുക്ക് വളരെ ഹാർംഫുള്ളായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യുന്നത്. ദെൻ ഓർഗാനിക് കെമിക്കൽസ്. ഓർഗാനിക് ആയിട്ടുള്ള കെമിക്കൽസും വാട്ടറിലേക്ക് മിക്സ് ആവുന്നതിലൂടെ അവിടെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുകയും അത് എല്ലാ സ്പീഷീസിനെയും ഹാർംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സെഡിമെൻറ്റ് ഓർ സസ്പെൻഡഡ് മാറ്റർ. സസ്പെൻഡഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൻ്റെ സെഡിമെൻറ്റ്സ് വാട്ടറിൽ ഡംപ് ചെയ്യുകയും അത് അതുമായിട്ട് മിക്സ് ആവുകയും ചെയ്യുന്നതിലൂടെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുകയും അത് ആ ഒരു വാട്ടറിനെ യൂസ് ചെയ്യുന്നതിലേക്ക് കൺസ്യൂം ചെയ്യുന്ന എല്ലാ സ്പീഷീസിനും അല്ലെങ്കിൽ എല്ലാ വെൽബീയിങ്സിനും അത് ഹാർംഫുള്ളായിട്ട് മാറുകയും ചെയ്യുന്നു. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. റേഡിയോ ആക്റ്റീവ് ഈ ന്യൂക്ലിയർ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസസ് എല്ലാം വാട്ടറുമായിട്ട് മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മിക്സ് ആയാലും വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുകയും നമുക്കത് ഹാർംഫുള്ളായിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നെ ഹീറ്റ്, ഓവറായിട്ടുള്ള ഹീറ്റും വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു. അതും നമ്മളെ ഹാർംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഇനി നമ്മൾ പറയുന്നത്
സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷനാണ്. സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷനിൽ പറയുമ്പോൾ 2 ടൈപ്സ് ഓഫ് സോഴ്സസ് ഉണ്ട്. പോയിൻറ്റഡ് സോഴ്സസും ഉണ്ട്, ഡിഫ്യൂസ്ഡ് സോഴ്സസും ഉണ്ട്. അപ്പോൾ പോയിൻറ്റഡ് സോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നത് ദോസ് സോഴ്സസ് വിച്ച് ക്യാൻ ബി റെഡിലി ഐഡൻറ്റിഫൈഡ് അറ്റ് എ സിംഗിൾ ലൊക്കേഷൻ. അതൊരു സിംഗിൾ ലൊക്കേഷനിൽ നിന്നായിരിക്കും. ഇപ്പോൾ ഒരു വാട്ടർ ബോഡി ഉണ്ട്, ആ വാട്ടർ ബോഡിക്ക് തൊട്ടടുത്തായിട്ട് ഒരു ഇൻഡസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോൾ മൈനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ട്. അതിൽ നിന്നുള്ള വേസ്റ്റ് അവർ ഡംപ് ചെയ്യുന്ന ഈ വാട്ടർ ബോഡിയിലേക്കാണ്. അപ്പം ഈ വാട്ടർ ബോഡി എവിടെ നിന്നാണ് പൊല്യൂട്ടഡ് ആവുന്നത് നമുക്ക് കൃത്യമായിട്ട് ഒരു സിംഗിൾ ലൊക്കേഷൻ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സോഴ്സസിനെയാണ് നമ്മൾ പോയിൻറ്റഡ് സോഴ്സ്, അതായത് കറക്റ്റായിട്ട് ഒരു സിംഗിൾ ലൊക്കേഷൻ ആയിരിക്കും. ആ ഒരു ലൊക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ആ ഒരു പൊല്യൂഷൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന്. അതാണ് പോയിൻറ്റഡ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡിഫ്യൂസ്ഡ് സോഴ്സ്, അതിനെ അല്ലെങ്കിൽ നോൺ പോയിൻറ്റ് സോഴ്സ് എന്നും പറയാം. Diffused sources or non-point sources are the sources of generalized discharge of waste water whose location cannot be easily identified. പേര് പോലെ തന്നെ പോയിൻറ്റ് സോഴ്സസ് എന്താണോ അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ടാണ് ഡിഫ്യൂസ്ഡ് സോഴ്സസ് പറയുന്നത്. അതായത് നമുക്ക് വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് വാട്ടറിലേക്ക് വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒരു സോഴ്സ്, ആ ഒരു സോഴ്സ് പോയിൻ്റ് ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണ് ഡിഫ്യൂസ്ഡ് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുന്നത് കൺട്രോൾ മെഷേഴ്സാണ്. കൺട്രോൾ മെഷേഴ്സ് ഫോർ വാട്ടർ പൊല്യൂഷൻ. ഇൻപുട്ട് കൺട്രോൾ, ദാറ്റ് ഈസ് പൊല്യൂട്ടൻ ഷുഡ് ബി പ്രിവെൻറ്റഡ് ഫ്രം ബീയിങ് ജനറേറ്റഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ പോയിൻറ്റഡ് സോഴ്സസ് തന്നെ ഇൻഡസ്ട്രീസും കാര്യങ്ങളും. അപ്പോൾ അവിടെ തന്നെ അത് ജനറേറ്റ് ആവുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വാട്ടറിലേക്ക് ഡംപ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക. അപ്പം ആ ഒരു ജനറേഷനും ആ ഒരു ഡംപിങ്ങും പ്രിവെൻറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് കൺട്രോൾ, ദാറ്റ് ഈസ് ടു കൺട്രോൾ ദ പൊല്യൂട്ടൻറ്റ് ആൻഡ് ഓർ ഇറ്റ്സ് ഇഫക്ട്സ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ അത് ഈ പൊല്യൂട്ടൻസ് പ്രൊഡ്യൂസ് ആയതിനു ശേഷമുള്ള ഇഫക്റ്റിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അത് ഹാംഫുൾ ആയിട്ടുള്ള ഇത് വാട്ടർ ബോഡീസിലേക്കും ഒക്കെ പോകാതിരിക്കാനും ഒക്കെ നോക്കുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് ഔട്ട്പുട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. Developing of proper sewage and industrial effluent systems can reduce incoming point source of pollution. ഇൻകമ്മിങ് പോയിൻറ്റ് സോഴ്സ്, അതായത് കറക്റ്റായിട്ടുള്ളൊരു സീവേജ് സിസ്റ്റം ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ആ വേസ്റ്റ് കറക്റ്റ് പോകേണ്ടടുത്ത് ഡംപ് ചെയ്യേണ്ടടുത്ത് തന്നെ ആ ഒരു സീവേജ് സിസ്റ്റത്തിലൂടെ പൊക്കോളും. അത് അനാവശ്യമായിട്ട് വാട്ടർ ബോഡീസിൽ ഡംപ് ചെയ്തില്ല. അതുവഴി നമുക്ക് വാട്ടർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻസീവ് അഫോറസ്റ്റേഷൻ ക്യാൻ ഹെൽപ്പ് ഇൻ മിനിമൈസിങ് നോൺ പോയിൻറ്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ. എഫക്റ്റീവായിട്ടുള്ള അഫോറസ്റ്റേഷനിലൂടെ ഈ നോൺ പോയിൻറ്റ്, അതായത് പലയിടത്തു നിന്ന് ഒഴുകി വന്ന് ഈ വെള്ളത്തിലൊക്കെ വരുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ പറ്റും. എക്സ്റ്റെൻസീവായിട്ടുള്ള അഫോറസ്റ്റേഷൻ കാരണം, അതുപോലെ തന്നെ മറ്റ് കാരണങ്ങളിലൂടെയൊക്കെ ഈ അഫോറസ്റ്റേഷൻ നോൺ പോയിൻറ്റ് സോഴ്സസ് ഓഫ് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ should be disposed of after treatment to the required level or degree. അപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ ആ ഒരു വേസ്റ്റ് കണ്ടൻ്റ് ആണെങ്കിൽ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ആണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഒരു സ്പെസിഫൈഡ് ലെവലിലേക്ക്, ഡിഗ്രിയിലേക്ക് അതിൻ്റെ ആ ഒരു ഹാംഫുൾനെസ് മാറുന്നത് വരെ അതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഡിസ്പോസ് ചെയ്യുക. അതും വാട്ടർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് പൊല്യൂഷൻ കൺട്രോൾ ലോസ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ലോസ് എൻഫോഴ്സ് ചെയ്യുന്നതിലൂടെയും നമുക്ക് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം. അത് വാട്ടർ പൊല്യൂഷൻ എന്ന് മാത്രമല്ല, ലോസ് എൻഫോഴ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏത് പൊല്യൂഷൻ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സോയിൽ പൊല്യൂഷനെ കുറിച്ചാണ്. സോയിൽ പൊല്യൂഷൻ ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സ്റ്റൻസസ്, ബയോളജിക്കൽ ഓർഗാനിസംസ് or energy into the soil, resulting in a change of the soil quality which is likely to affect the normal use of the soil or endangering public health and the living environment. നമ്മൾ വാട്ടറിൻ്റെയും എയറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. എന്തൊക്കെയോ സബ്സ്റ്റൻസസ്, ഫോറിൻ സബ്സ്റ്റൻസസ്, അല്ലെങ്കിൽ ബയോളജിക്കൽ ഓർഗാനിസത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ഇൻട്രൊഡക്ഷൻ ടു സോയിലാണ്. എന്തൊക്കെയോ ഫോറിൻ സബ്സ്റ്റൻസസോ അല്ലെങ്കിൽ ബയോളജിക്കൽ ഓർഗാനിസംസോ എനർജിയോ ഒക്കെ സോയിലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് കാരണം സോയിലിൻ്റെ ക്വാളിറ്റി ചേഞ്ച്, അതായത് ഇപ്പോൾ ഈ അമിതമായിട്ട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ വേസ്റ്റ് ഡംപ് ചെയ്യുക. ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ഈ സോയിലിൽ ഡംപ് ചെയ്യുക, പ്ലാസ്റ്റിക് സോയിലിട്ട് ബേൺ ചെയ്യുക, അത് സോയിലിനും കേടാണ്, അതുപോലെ തന്നെ എയറിനും കേടാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സോയിലിൻ്റെ ക്വാളിറ്റിയാണ് ചേഞ്ച് ആവുന്നത്. അങ്ങനെ സോയിൽ ക്വാളിറ്റി ചേഞ്ച് ആവുന്നതിലൂടെ അവിടെ എന്താണ് ആ ഒരു നോർമൽ സോയിലിൻ്റെ നോർമൽ യൂസ് തന്നെയാണ് അവിടെ അഫക്റ്റ് ആവുന്നത്. കാരണം അങ്ങനെ അഫക്റ്റഡ് ആയിട്ടുള്ള ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സോയിലിൽ പിന്നെ നമുക്ക് പ്ലാന്റേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബയോഡൈവേഴ്സിറ്റിയെ തന്നെ അത് ബാധിക്കും. അങ്ങനെ ഉണ്ടാവുന്ന എഫക്ട്സ് ഉണ്ടായി ആ ഒരു സോയിലിനെ പൊല്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി കോസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ, അത് ഡയറക്റ്റ് കോഴ്സസും ഉണ്ട്, ഇൻഡയറക്റ്റ് കോഴ്സസും ഉണ്ട്. ഡയറക്റ്റ് കോഴ്സസ് എന്ന് പറയുമ്പോൾ പുവർ വേസ്റ്റ് മാനേജ്മെൻറ്റ്, നമ്മൾ പറഞ്ഞു അനാവശ്യമായിട്ട് വേസ്റ്റ് എല്ലാം സോയിലിൽ ഡംപ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് സോയിൽ പൊല്യൂഷന് കാരണമാകുന്നു. ഇനി ആപ്ലിക്കേഷൻ ഓഫ് അഗ്രോ കെമിക്കൽസ്, നമ്മൾ പറഞ്ഞ പോലെ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഓവർ ആൻഡ് എബോവ് ലെവലിൽ യൂസ് ചെയ്യുന്നതും ഈ സോയിൽ പൊല്യൂഷന് കാരണമാണ്. പിന്നെ ഫോൾട്ടി സാനിറ്റേഷൻ പ്രാക്ടീസസ്, സാനിറ്റേഷൻ പ്രാക്ടീസസ് ഒന്നും കറക്റ്റായിട്ടല്ല, ഈ പൈപ്പുകളും അതുമൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ ഒരു പൊല്യൂഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ഡിസ്മാനേജ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും സോയിലിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. സലൈനേഷൻ ഡ്യൂ ടു ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ്, ഇറിഗേഷനിലൂടെയും ഫ്ലഡിലൂടെയും സലൈനേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സലൈനേഷൻ എന്താണെന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സലൈനേഷൻ കാരണവും സോയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നു. പിന്നെ സോയിൽ ഇറോഷൻ ഇപ്പം നോർമലായിട്ട് ഇപ്പം ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ വരുമ്പം സോയിൽ ഇറോഷനാണ് സംഭവിക്കുന്നത്. ലാർജ് സ്കെയിലാണ് സോയിൽ ഇറോഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഡീഫോറസ്റ്റേഷനൊക്കെ ചെയ്യുന്നതിലൂടെ അമിതമായിട്ട് ചെയ്യുന്നതിലൂടെ സോയിൽ ഇറോഷൻ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സോയിൽ ഇറോഷനും സോയിൽ പൊല്യൂഷൻ, കാരണം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സോയിൽ മൊത്തം ഇറോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ന്യൂട്രിയൻസും ആ ഒരു സോയിലിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ എല്ലാ എസെൻഷ്യൽ എലമെൻസുമാണ് ഇറോഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതും അവിടെയും സോയിലിൻ്റെ ക്വാളിറ്റിയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോയിലിൻ്റെ ക്വാളിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ അതും സോയിൽ പൊല്യൂഷന് കാരണമാകും. ഇൻഡയറക്റ്റ് കോസസ് എന്ന് പറയുമ്പോൾ ആസിഡ് റെയിനും റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസുമാണ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ആസിഡ് റെയിനും നമ്മൾ എയർ പൊല്യൂഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു. അപ്പോൾ ആസിഡ് റെയിൻ വരുമ്പോഴും നമ്മൾ പറഞ്ഞ പോലെ പ്ലാന്റ്സ് ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന് ഒരു പരിധി വരെ പ്രൊട്ടക്റ്റഡ് ആവാൻ പറ്റും, ബാക്കി പ്ലാന്റ്സിനും അനിമൽസിനും പ്രൊട്ടക്റ്റഡ് ആവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സോയിലിനും പ്രൊട്ടക്റ്റഡ് ആവാൻ പറ്റും. കാരണം ആസിഡ് റെയിൻ ഉണ്ടാകുന്ന സമയത്ത് സോയിലിനെ കവർ ചെയ്യാൻ വേറെ ഒന്നുമില്ല, ഈ റെയിൻ വന്ന് പതിക്കുന്നത് സോയിലിലേക്ക് തന്നെയാണ്. അപ്പോൾ അത് സോയിലിനെ ഹാംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യും, അത് സോയിൽ പൊല്യൂഷൻ കോസ് ചെയ്യും. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് വഴിയും സോയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ പറയുന്നത് മറൈൻ പൊല്യൂഷനെ കുറിച്ചാണ്. മറൈൻ പൊല്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സ്റ്റൻസസ് ടു ദ മറൈൻ എൻവയോൺമെൻറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബൈ മാൻ, റിസൾട്ടിംഗ് ഇൻ അഡ്വേഴ്സ് ഇഫക്ട്സ് സച്ച് ആസ് ഹസാർഡസ് ടു ഹ്യൂമൻ ഹെൽത്ത്, ഒബ്സ്ട്രക്ഷൻ ഓഫ് മറൈൻ ആക്ടിവിറ്റീസ് ആൻഡ് ലോവറിംഗ് ദ ക്വാളിറ്റി ഓഫ് സീ വാട്ടർ. നമ്മൾ ഇത്രയും എല്ലാ പൊല്യൂഷനും ഒരേ ടൈപ്പ് തന്നെ, ഫോറിൻ മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ അൺവാണ്ടഡ് സബ്സ്റ്റൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിപ്പോൾ മറൈൻ പൊല്യൂഷൻ ആണെങ്കിൽ മറൈനിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ, എയർ പൊല്യൂഷൻ ആണെങ്കിൽ എയറിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ, അങ്ങനെ ഏത് പർട്ടിക്കുലർ പൊല്യൂഷനെ കുറിച്ചാണോ പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റിലായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ പൊല്യൂഷൻ എന്ന് പറയുന്ന ടേമിൻ്റെ ഡെഫിനേഷൻ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും പറയുന്നത് എന്തെങ്കിലും ഫോറിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡിസൈഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു മറൈൻ എൻവയോൺമെൻറ്റിലേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെയാണ്, ഡയറക്റ്റ്ലി ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ഇഫക്ട്സ് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ലൈഫിന് അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ഹെൽത്തിന് അസാഡസ് ആണ്, അതുപോലെ മറൈൻ ആക്ടിവിറ്റീസിനൊരു ഒബ്സ്ട്രക്ഷനാണ്, അതുപോലെ തന്നെ സീ വാട്ടറിൻ്റെ ക്വാളിറ്റിയും ഇത് ലോവർ ചെയ്യുന്നുണ്ട്. കോസസ് ഓഫ് മറൈൻ പൊല്യൂഷൻ: മുനിസിപ്പൽ വേസ്റ്റ് ആൻഡ് സീവേജ് ഫ്രം പൊല്യൂട്ടൻസ്, റെസിഡൻസ് ആൻഡ് ഹോട്ടൽസ് ഇൻ കോസ്റ്റൽ ടൗൺസ് ആർ ഡയറക്ട്ലി ഡിസ്ചാർജ് ഇൻ സീ. അപ്പം ഈ കോസ്റ്റൽ ഏരിയാസ്, അതായത് സീക്ക് വളരെ നിയറായിട്ടുള്ള ഏരിയാസിലുള്ള മുനിസിപ്പൽ വേസ്റ്റും സീവേജിൽ, അതായത് ഇപ്പോൾ റെസിഡൻസിൻ്റെ ആണെങ്കിലും ഹോട്ടൽസിൻ്റെ ആണെങ്കിലും എല്ലാം ഡംപ് ചെയ്യുന്നത് കടലിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വാട്ടർ ബോഡിയിലേക്കാണ്. അപ്പോൾ അതുവഴിയും മറൈൻ പൊല്യൂഷൻ ഉണ്ടാകുന്നു. പിന്നെ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഫ്രം അഗ്രികൾച്ചർ വിച്ച് ആർ വാഷ്ഡ് ഓഫ് ദ land by rain, either water courses and eventually reach the sea. അപ്പോൾ നമ്മൾ ഈ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ്, അതായത് ഈ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, അതായത് പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും എല്ലാം ഇപ്പോൾ 2-3 മഴ പെയ്ത് കഴിയുമ്പോൾ അത് വാഷ് ഓഫ് ചെയ്ത് തൊട്ടടുത്തുള്ള വാട്ടർ ബോഡീസിലേക്ക് പോകും. ആ വാട്ടർ ബോഡീസും പൊല്യൂട്ടഡ് ആവും. അതുപോലെ തന്നെ അത് പിന്നെ ഒഴുകി ചെന്ന് അവസാനം ജോയിൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഓഷനിലോ സീയിലോ ആയിരിക്കും. അങ്ങനെ ചെന്ന് പതിക്കുമ്പോൾ ആ ഓഷൻ അല്ലെങ്കിൽ ആ ഒരു സീയും
എന്താണ് പൊല്യൂട്ടഡ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ അതും മറൈൻ പൊല്യൂഷൻ്റെ ഒരു കോസ് തന്നെയാണ്. പിന്നെ പറയുന്നത് പെട്രോളിയം ആൻഡ് ഓയിൽ വാഷ്ഡ് ഓഫ് ഫ്രം ദ റോഡ്സ്. അത് നമ്മളിപ്പോൾ ഈ പെസ്റ്റിസൈഡ്സിൻ്റെയും ഫെർട്ടിലൈസേഴ്സിൻ്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ റോഡ്സിൽ നിന്ന് വാഷ് ഓഫ് ചെയ്യുന്ന പെട്രോളിയവും ഓയിലും മറൈൻ പൊല്യൂഷന് കാരണം. അതും ഇതേപോലെ എന്താണ് അവസാനം ചെന്നെത്തുന്നത് സീയിൽ തന്നെ ആയിരിക്കും. ഷിപ്സ് ക്യാരി മെനി ടോക്സിക് സബ്സ്റ്റൻസസ്. ഷിപ്പ് ആക്സിഡൻറ്റ്സ് ആൻഡ് ആക്സിഡൻ്റൽ സ്പില്ലേജ് അറ്റ് സീ ക്യാൻ ദെയർഫോർ ബി വെരി ഡാമേജിങ് ടു ദ മറൈൻ എൻവയോൺമെൻറ്റ്. അപ്പം ഈ കടലിലൂടെ ഷിപ്പ് വഴി പലതരത്തിലുള്ള ഗുഡ്സ് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് പലതരം കെമിക്കൽ അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസസും പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്പില്ലേജ്, അതായത് ചോർച്ചയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷിപ്പ് ആക്സിഡൻ്റ് ഉണ്ടാവുന്നത് വഴിയോ നമുക്ക് ഈ സബ്സ്റ്റൻസസ് എല്ലാം സിയുമായിട്ട് മിക്സായി അവിടെയും പൊല്യൂഷനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓഫ് ഷോർ ഓയിൽ എക്സ്പ്ലോറേഷൻ എക്സ്ട്രാക്ഷൻ. ഓഫ് ഷോർ ആയിട്ടുള്ള ഓയിൽ എക്സ്പ്ലോറേഷനും എക്സ്ട്രാക്ഷനും മറൈൻ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഓയിൽ സ്പിൽസ് ആൻഡ് ഓഫ് ഷോർ സോഴ്സസ്. ഓയിൽ സ്പിൽസും ഓഫ് ഷോർ സോഴ്സസും എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വണ് ടാങ്ക് ഓപ്പറേഷനാണ്. സെക്കൻഡ് വണ് പറയുന്നത് ഡ്രൈ ഡോക്കിംഗ് ആണ്. തേർഡ് വന്ന് ടാങ്കർ ആക്സിഡൻറ്റ്സ്. പിന്നെ പറയുന്നത് ഓഫ് ഷോർ ഓയിൽ പ്രൊഡക്ഷനാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ ടാങ്ക് ഓപ്പറേഷനാണ്. ടാങ്ക് ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഷിപ്പ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഓയിലായിട്ടോ അങ്ങനെ എന്തെങ്കിലും സബ്സ്റ്റൻസ് ആയിട്ട് പോകുന്നു. ആ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ അത് അൺലോഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന വഴി ബലാസ്റ്റ് മീൻസ് ഇപ്പം അത് ഈ ഷിപ്പിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു പർട്ടിക്കുലർ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഷിപ്പിന് സ്റ്റെബിലിറ്റി കാണത്തില്ല. അപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് സീ വാട്ടർ തന്നെ ഈ കണ്ടെയ്നേഴ്സിൽ ഫില്ല് ചെയ്തുകൊണ്ട് തിരിച്ചു പോയി അവർ എവിടെയാണോ അവരുടെ സ്റ്റാർട്ട് പോയിന്റിൽ അവിടെ എത്തിക്കഴിയുമ്പം ഈ ടാങ്കിൽ അല്ലെങ്കിൽ ടാങ്കറിൽ ഫില്ല് ചെയ്തിരുന്ന വാട്ടർ അവർ തിരിച്ച് സീയിലേക്ക് തന്നെ ഡംപ് ചെയ്യും. അപ്പം അവർ ആദ്യം ലോഡ് ചെയ്ത വാട്ടർ എന്ന് പറയുമ്പം സീ വാട്ടർ ആയിരുന്നു. പക്ഷെ തിരിച്ച് അൺലോഡ് ചെയ്യുന്ന വാട്ടർ എന്ന് പറയുമ്പം ഈ ടാങ്കറിലെ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. അപ്പോൾ അത് തിരിച്ച് സീയിലേക്ക് മിക്സ് ചെയ്യുന്ന വഴി അവിടെ ഒരു മറൈൻ പൊല്യൂഷൻ്റെ സോഴ്സ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ പറയുന്നത് ഡ്രൈ ഡോക്കിംഗ് ആണ്. ഡ്രൈ ഡോക്കിംഗ് എന്ന് പറയുമ്പം ടൈംലി ആയിട്ട് അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ട് ഈ ടാങ്കേഴ്സും ഷിപ്സും എല്ലാം നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ ടാങ്കറും കാരിയറും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എംറ്റി ചെയ്യും. അപ്പോൾ എംറ്റി ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അവസാനമായിട്ടുള്ള എന്തെങ്കിലും റെസിഡ്യൂവൽ ഓയിൽസോ അല്ലെങ്കിൽ എന്ത് കെമിക്കൽ സബ്സ്റ്റൻസ് ആയാലും അവർ ഡംപ് ചെയ്യുന്നത് സീയിലായിരിക്കും. കാരണം അതാണല്ലോ ഏറ്റവും ഈസിയസ്റ്റ് വേ ഓഫ് ഡംപിങ് വേസ്റ്റ് അവർക്ക്. അപ്പം സോ അവർക്ക് വേറെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നടത്തേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി ആ ഒരു റെസിഡ്യൂവൽ പ്രോഡക്ട്സിനെ സീയിലേക്ക് ഡംപ് ചെയ്യുന്നു. അതുവഴി അവിടെ പൊല്യൂഷൻ ഉണ്ടാകുന്നു. പിന്നെ ടാങ്കർ ആക്സിഡൻറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷിപ്സിലൊക്കെ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും അവിടെ ആ ഒരു സബ്സ്റ്റൻസ് ലീക്കാവുകയും അല്ലെങ്കിൽ അത് സീയിലേക്ക് എക്സ്പോഷർ ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ഓഫ് ഷോർ ഓയിൽ പ്രൊഡക്ഷൻ, അത് നമ്മൾ പറഞ്ഞു. ഓഫ് ഷോർ ആയിട്ട് ഓയിൽ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷനോ നടത്തുന്ന വഴിയും സോഴ്സസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്ത പറയാൻ നോയിസ് പൊല്യൂഷനാണ്. നോയിസ് ഈസ് അൺവാണ്ടഡ് സൗണ്ട് ആൻഡ് നോയിസ് pollution may be defined as the undesirable sound that interferes significantly with the comfort, health and welfare of persons or with the full use or enjoyment of property. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ട് നോയിസിൽ അതാണ് നോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതെന്ന് പറയുമ്പം അത് ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഒരുപാട് വലിയ സൗണ്ട് കേൾക്കുന്നത് വഴി നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മുടെ ഒരു കംഫർട്ടിനെ അത് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പേഴ്സൺസിൻ്റെ വെൽഫെയറിനെ എഫക്റ്റ് ചെയ്യും. മൊത്തത്തിൽ നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ നമ്മൾ നിൽക്കുമ്പോൾ അനാവശ്യമായിട്ട് അൺഡിസൈറബിളായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം ഈ വെഹിക്കിൾസിൻ്റെ അനാവശ്യമായിട്ടുള്ള ഹോൺസ് കേൾക്കുക, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെഷീൻ അതിൻ്റെ ഒരു ലൂബ്രിക്കേഷൻ പ്രോബ്ലം കൊണ്ടെങ്ങാനും അനാവശ്യമായിട്ടുള്ള സൗണ്ട് കേൾക്കുക, അത് നമുക്കൊരു ഡിസ്കംഫേർട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക് ലൈഫിനെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇൻഡിവിജ്വൽസിനാണെങ്കിലും ആ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ നോയിസ് അതായത് അൺവാണ്ടഡ് സൗണ്ടിലൂടെ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്.
അതിൻ്റെ ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓഡിറ്ററി ഇഫക്ട്സ് വരും. നമ്മൾ സ്ഥിരമായിട്ടെന്നല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെയാണെങ്കിൽ നമ്മൾ അൺഡിസൈറബിളായിട്ട് വളരെ ഹൈ നോയ്സ് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഓഡിറ്ററി ഇഫക്ട്സ്, നമ്മുടെ കേൾവി ശക്തിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സ്പീച്ച് ഇൻ്റർഫറൻസ്, നമ്മളിപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻ്റർഫറൻസ് ഉണ്ടാകും. നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവത്തില്ല, അല്ലെങ്കിൽ ക്ലിയർ ആവത്തില്ല. സ്ലീപ്പ് ഇൻ്റർഫറൻസ്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും അൺഡിസൈഡ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ലീപ്പിനെ അത് ഇൻ്റർഫെയർ ചെയ്യും. ജനറൽ അനോയൻസ്, നമുക്ക് മൊത്തത്തിൽ ഒരു ഒരു അനോയൻസ്, ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ടാസ്ക് ഇൻ്റർഫറൻസ്, നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും നോയിസ് പൊല്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ടാസ്കിനെ അത് ഇൻ്റർഫെയർ ചെയ്യും. ഇമോഷണൽ ആൻഡ് പേഴ്സണലോജിക്കൽ ഇഫക്ട്സ്, നമുക്ക് ഇമോഷണലി നമ്മൾ ഭയങ്കര, അതായത് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു വെൽഫെയറിനെ അത് ബാധിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ഇമോഷണൽ ആൻഡ് പേഴ്സണോളജിക്കൽ ഇഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, പാത്തോളജിക്കൽ ഇഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതർ ഇഫക്ട്സും ഉണ്ടാക്കുന്നുണ്ട് നോയിസ് പൊല്യൂഷൻ. പിന്നെ പറയുന്നത് നോയിസ് പൊല്യൂഷൻ കൺട്രോളാണ്. നോയിസ് പൊല്യൂഷൻ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം എന്നാണ്. മെയിനായിട്ട് 3 രീതിയിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അറ്റ് ദ സോഴ്സ്, ഇൻ ദ പാത്ത്, പിന്നെ റിസീവർ. അറ്റ് ദ സോഴ്സ് എന്ന് പറയുമ്പം എവിടെയാണോ ആ പൊല്യൂഷൻ, ആ ഒരു നോയിസ് ക്രിയേറ്റഡ് ആവുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു മെഷീൻ്റെ സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഹോൺ ബ്ലോയിങ് ആവാം. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആ ഒരു സോഴ്സിൽ തന്നെ, ഇപ്പം മെഷീൻസിൻ്റെ അൺവാണ്ടഡ് സൗണ്ട്, അതിൻ്റെ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് നടത്തുന്ന വഴി, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ലൂബ്രിക്കേഷൻ പ്രോബ്ലം ആണെങ്കിൽ ആ ലൂബ്രിക്കേഷൻ നടത്തുന്ന വഴി ആ ഒരു നോയിസ് പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സോഴ്സിൽ തന്നെ, ആ ഒരു കറക്റ്റ് സോഴ്സിൽ തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക. അതിനെയാണ് അറ്റ് ദ സോഴ്സ് നോയിസ് പൊല്യൂഷൻ കൺട്രോൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഇൻ ദ പാത്ത്, ആ ഒരു പാത്തിൽ, അതായത് സോഴ്സിൽ അത് ക്രിയേറ്റഡ് ആയി റിസീവറിൽ എത്തുന്നത് വരെയുള്ള ആ ഒരു മീഡിയം, ആ ഒരു പാത്ത്, ആ പാത്തിൽ വെച്ചിട്ട് അതിനെ, ആ ഒരു ട്രാൻസ്മിഷൻ പാത്തിൽ വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക. അതിനെയാണ് ഇൻ ദ പാത്ത് കൺട്രോൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ റിസീവർ if we are not able to bring down the noise levels to the desired levels through source modifications or by preventing the transmission path, then the only alternative is to provide earplugs or earmuffs in noisy places. അപ്പോൾ നമുക്ക് ഈ ആദ്യം പറഞ്ഞ മറ്റ് 2 കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, നമുക്ക് അതൊട്ടും ഇഫക്റ്റീവ് ആക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ റിസീവറിൽ എന്തെങ്കിലും കൺട്രോൾ ടെക്നിക്സ് യൂസ് ചെയ്യുക. അതായത് നമ്മളെന്തെങ്കിലും ഇയർ മഫ്സോ ഇയർ പ്ലഗ്സ്, അതായത് നോയ്സിനെ, നമ്മൾ ഈ ഓവർ നോയ്സിനെ നമ്മളിലേക്ക് എത്തുന്നതിൽ നിന്ന് തടയുക, റിസീവറിൽ എത്തുന്നതിന് മുമ്പ് തടയുക. അതാണ് 3 കൺട്രോൾ ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നോക്കുന്നത് ന്യൂക്ലിയർ ഹസാർഡ്സ് ആണ്. റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ പൊല്യൂഷൻ is special form of physical pollution related to all major life supporting systems, air, water and soil. Nuclear energy can be both beneficial and harmful depending on the way in which it is used. അപ്പോൾ ന്യൂക്ലിയർ ഹസാർഡ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാ മേജർ ലൈഫ് സപ്പോർട്ടിങ് കമ്പോണൻസിനെ അല്ലെങ്കിൽ സിസ്റ്റം, എയർ ആയാലും വാട്ടർ ആണെങ്കിലും സോയിലിനെ എല്ലാം ബാധിക്കുന്ന ഒരു പൊല്യൂഷനാണ്. ന്യൂക്ലിയർ എനർജി എന്ന് വെച്ചാൽ വളരെ യൂസ്ഫുള്ളാണ്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച്, അത് ബെനഫിഷ്യലും ആണ് ഹാർംഫുള്ളും ആണ്. നമ്മൾ ആ ഒരു കറക്റ്റ് വേയിലാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ബെനഫിഷ്യലാണ്. The radioactive waste from nuclear energy have caused and continue to cause serious environmental damage. The emission of energy from radioactive substances in the environment is oftenly called as radioactive pollution. അപ്പം റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ന്യൂക്ലിയർ എനർജിയിൽ നിന്നുണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എൻവയോൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ സറൗണ്ടിങ്സിലേക്ക് ഡംപ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അതിനെ പുറന്തള്ളുന്നതിലൂടെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഡാമേജസ് ഉണ്ടാവും. അത് ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസിൻ്റെ, ന്യൂക്ലിയർ ഹസാർഡ്സിൻ്റെ ഒരു പ്രത്യേകത, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള എനർജി എമിഷനിൽ നിന്നുണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് മൂലം ഉണ്ടാകുന്ന ആ ഒരു പൊല്യൂഷനെയാണ്, എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു ഹാർംഫുൾ എഫക്റ്റിനെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ആർ ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ആയിട്ടും നാച്ചുറലായിട്ടും റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഉണ്ടാവാറുണ്ട്.
ദ നാച്ചുറൽ സോഴ്സസ് ആർ കോസ്മിക് റേസ് ഫ്രം ഔട്ടർ സ്പേസ്. അതായത് നമ്മൾ ഈ അൾട്രാ വയലറ്റ് പോലെ തന്നെ കോസ്മിക് റേസ് ഔട്ടർ സ്പേസിൽ നിന്ന് വരുന്ന കോസ്മിക് റേസ് മൂലം ഈ ഒരു പൊല്യൂഷൻ ഉണ്ടാവും. എമിഷൻസ് ഫ്രം റേഡിയോ ആക്റ്റീവ് SE മെറ്റീരിയൽസ് ഫ്രം ദ എർത്ത്സ് ക്രസ്റ്റ്. എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്നുള്ള എമിഷൻസ്, അതായത് റേഡിയോ ആക്റ്റീവ് SE മെറ്റീരിയൽസിൽ നിന്നുള്ള എമിഷൻസ് മൂലവും ഈ ഒരു നാച്ചുറൽ സോഴ്സിലൂടെ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷന് ന്യൂക്ലിയർ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ദ മാൻമെയ്ഡ് സോഴ്സസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആർ ന്യൂക്ലിയർ വേസ്റ്റ് പ്രൊഡ്യൂസിങ് ഡ്യൂറിങ് ദ മൈനിങ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഓർസ്, യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇൻ ദ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. മാൻമെയ്ഡ് സോഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് പറയാൻ. അതായത് മൈനിങ്, അതായത് റേഡിയോ ആക്റ്റീവ് ഓർസിൻ്റെ മൈനിങ്ങും പ്രോസസ്സും നടത്തുന്ന ആ ഒരു ടൈമിൽ ഈ സബ്സ്റ്റൻസസ് ഡംപ് ചെയ്യാം, അല്ലെങ്കിൽ അതുവഴി ഈ ഒരു പൊല്യൂഷൻ ഉണ്ടാവാം. അതേപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ യൂസസ് കൊണ്ട് ഈ ഒരു പൊല്യൂഷൻ ഉണ്ടാവാം. യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഇൻ മെഡിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് റിസർച്ച് ആപ്ലിക്കേഷൻസ് ആൻഡ് യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഇൻ ന്യൂക്ലിയർ വെപ്പൺസ്. ഇപ്പം മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ഇൻഡസ്ട്രിയൽ ഫീൽഡിലാണെങ്കിലും അതുപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസിലാണെങ്കിലും ഒക്കെ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ ഐസോടോപ്സിൻ്റെയൊക്കെ യൂസേജ് ഉണ്ട്. അതുവഴിയും ഈ ന്യൂക്ലിയർ പൊല്യൂഷൻ ഉണ്ടാവാം. ഇനി ഇതിൻ്റെ കൺട്രോൾ എങ്ങനെയൊക്കെയാണെന്നാണ്. ലീക്കേജസ് ഫ്രം ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, കെയർലെസ് ഹാൻഡ്ലിംഗ്, ട്രാൻസ്പോർട്ട് ആൻഡ് യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഫ്യൂവൽസ്, ഫിഷൻ പ്രോഡക്ട്സ് ആൻഡ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഹാവ് ടു ബി ടോട്ടലി സ്റ്റോപ്ഡ്. സേഫ്റ്റി മെഷേഴ്സ് ഷുഡ് ബി എൻഫോഴ്സ് സ്ട്രിക്ട്ലി. അപ്പം ലീക്കേജും അതുപോലെ തന്നെ ഈ മിസ് ഹാൻഡ്ലിങ്ങും ട്രാൻസ്പോർട്ടേഷൻ ടൈമിലുണ്ടാകുന്ന ലീക്കേജസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടോട്ടലായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അതുവഴി നമുക്ക് ന്യൂക്ലിയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ്, കറക്റ്റായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്, ഇപ്പോൾ ലീക്കേജും അല്ലെങ്കിൽ അതുപോലുള്ള കെയർലെസ് ഹാൻഡ്ലിങ്ങും മാത്രമല്ല, നമ്മൾ കറക്റ്റായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും ഫുൾഫിൽ അല്ലെങ്കിൽ അണ്ടർടേക്ക് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. Waste disposal must be careful, efficient and effective. Preventive measures should be followed so that background radiation levels do not exceed the permissible limits. അപ്പം വേസ്റ്റ് ഡിസ്പോസിബിൾ വളരെ കെയർഫുള്ളായിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, ഇഫക്റ്റീവ് ആയിരിക്കും. ആർക്കും ഹാർംഫുൾ ആവാത്ത രീതിയിൽ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുക. അതേപോലെ തന്നെ പ്രിവെൻറ്റീവ് മെഷേഴ്സും വളരെ കെയർഫുള്ളായിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. പിന്നെ പറയുന്ന അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ എഗെയിൻസ്റ്റ് ഒക്കുപ്പേഷണൽ എക്സ്പോഷേഴ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ കൈക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി പറയുന്നത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. Solid waste management may be defined as the application of techniques that will ensure the orderly execution of the functions of collection, processing and disposal of solid waste. Solid waste-നെ കറക്റ്റായിട്ട് കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിൻ്റെ ആപ്ലിക്കേഷനെയാണ് നമ്മൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ടൈപ്സ് ആൻഡ് സോഴ്സസ് ഓഫ് സോളിഡ് വേസ്റ്റ് എവിടെ നിന്നൊക്കെ വരും? റബ്ബിഷ്, ഈ നമ്മൾ ഈ പബ്ലിക് ഗാർബേജസിൽ അല്ലെങ്കിൽ ഡസ്റ്റ്ബിൻസിലൊക്കെ കാണുന്ന റബ്ബിഷ്, ഗാർബേജ്, അതുപോലെ തന്നെ മുനിസിപ്പൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഹസാഡസ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ്, മെഡിക്കൽ ഫീൽഡിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ്, ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇതൊക്കെ സോളിഡ് വേസ്റ്റിൻ്റെ ടൈപ്സുമാണ്, അതുപോലെ തന്നെ സോഴ്സസുമാണ്. കോസസ്, എന്തൊക്കെ കോസസ് ഉണ്ടാകും സോളിഡ് വേസ്റ്റ്? ഓവർ പോപ്പുലേഷൻ. സോളിഡ് വേസ്റ്റിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓവർ പോപ്പുലേഷൻ. നമുക്കറിയാം, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് വേസ്റ്റും കൂടും, യൂസേജ് കൂടുമ്പം വേസ്റ്റും കൂടും. പിന്നെ അർബനൈസേഷൻ, ഓവറായിട്ട് അർബനൈസേഷൻ നടത്തുന്നത് വഴിയും ഇതേപോലെ തന്നെ സോളിഡ് വേസ്റ്റ് കൂടും. അഫ്ലുവൻസ് വഴിയും ടെക്നോളജിക്കൽ അപ്ഗ്രേഡ് വഴിയും അഫ്ലുവൻസ് വഴിയും എല്ലാം സോളിഡ് വേസ്റ്റിൻ്റെ അളവ് കൂടുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂടുന്നുണ്ട്. കൺട്രോൾ മെഷേഴ്സ് ഓഫ് സോളിഡ് വേസ്റ്റ്, എങ്ങനെയൊക്കെ നമുക്ക് സോളിഡ് വേസ്റ്റിനെ കൺട്രോൾ ചെയ്യാം? സോഴ്സ് റിഡക്ഷൻ, മാക്സിമം നമ്മൾ വളരെ മിനിമൽ ലെവലിൽ അതിനെ യൂസ് ചെയ്യുക. എന്തൊരു കാര്യത്തിനും ഒരു സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഒരു സോഴ്സ്, ആ ഒരു വേസ്റ്റ് ഉണ്ടാകുന്നതിൻ്റെ സോഴ്സിനെ നമ്മൾ റിഡ്യൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റും. ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു വട്ടം യൂസ് ചെയ്ത പ്ലാസ്റ്റിക് വെറുതെ നമ്മൾ നേച്ചറിലേക്ക് വലിച്ചെറിയാതെ അല്ലെങ്കിൽ ഡംപ് ചെയ്യാതെ പറ്റുന്നതിനെയെല്ലാം റീസൈക്കിൾ ചെയ്ത് വേറൊരു പുതിയ പ്രോഡക്റ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്പോസൽ, കറക്റ്റായിട്ടുള്ള ഡിസ്പോസൽ, അതായത് ആർക്കും ഹാർംഫുൾ ആവാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി റോൾ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ ആണ് പറയുന്നത്. ട്രൈ ടു പ്ലാന്റ് ട്രീസ് വെറെവർ യു ക്യാൻ ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ടേക്ക് കെയർ ഓഫ് ദം. യൂസ് പെസ്റ്റിസൈഡ്സ് ഇൻ യുവർ ഹോം ഓൺലി വെൻ അബ്സല്യൂട്ട്ലി നെസസറി
ആൻഡ് ദം ഇൻ സ്മോൾ എമൗണ്ട്സ്. അപ്പം നമുക്ക് പറ്റുന്നിടത്തെല്ലാം ട്രീസ് പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് അതായത് ഇപ്പോൾ പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം, റോൾ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തെല്ലാം നമ്മൾ ട്രീസിനെ പ്ലാന്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ കെയർ ചെയ്യുക. വെറുതെ പ്ലാന്റ് ചെയ്തിട്ട് പോയിട്ട് മാത്രം കാര്യമില്ല, അതിനെ കെയർ ചെയ്യുക കറക്റ്റായിട്ട്. അത് അതിന് വേണ്ടുന്ന ഇപ്പം വാട്ടറും അതിന് വേണ്ടുന്ന അതേപോലെ തന്നെ എന്തൊക്കെയാണോ അതിൻ്റെ നീഡ് അതിനനുസരിച്ച് അതിനെ പ്രിസർവ് ചെയ്ത് കൺസർവ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരിക. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് വളരെ നെസസറി ആണെന്ന് തോന്നിയാൽ മാത്രം പെസ്റ്റിസൈഡ്സോ അതുപോലെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുക. അതും വളരെ സ്മോൾ എമൗണ്ട്സിൽ മാത്രം യൂസ് ചെയ്യുക. റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസിൻ്റെ യൂസേജ് കുറയ്ക്കുക. ബൈ കൺസ്യൂമർ ഗുഡ്സ് ഇൻ റിഫില്ലബിൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. അതായത് അപ്പോൾ കൺസ്യൂമർ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ തന്നെ നമ്മളിപ്പം തന്നെ നമ്മൾ കുക്കിംഗ് ഓയിൽ വാങ്ങിക്കുന്നു. എപ്പോഴും നമ്മൾ ചെന്ന് വാങ്ങിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കും മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മൾ വാങ്ങിക്കുക. അതിന് പകരം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നർ കീപ്പ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും പോയി ആ കണ്ടെയ്നറിൽ ഫില്ല് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറായിട്ട് എല്ലാ പ്രാവശ്യവും പോയി വാങ്ങിക്കുമ്പോൾ ഓരോ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കിട്ടും. അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ കണ്ടെയ്നറിൽ പോയി ഡയറക്റ്റായിട്ട് ആ കണ്ടെയ്നറിലാണ് ഫില്ല് ചെയ്തുകൊണ്ട് വരുന്നെങ്കിൽ ആ ഒരു ഒറ്റ കണ്ടെയ്നർ തന്നെ നമുക്ക് എത്രയോ നാൾ യൂസ് ചെയ്യാം. അപ്പോൾ ഓവറായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെയും അതുപോലുള്ള സബ്സ്റ്റൻസിൻ്റെയൊക്കെ അളവ് നമുക്ക് കുറയ്ക്കാം. ബൈ റീചാർജബിൾ ബാറ്ററീസ് ഫോർ ഫ്ലാഷ് ലൈറ്റ്സ്, ടോയ്സ് ആൻഡ് ഹൗസ് ഹോൾഡ് ഐറ്റംസ്. റീചാർജബിൾ ബാറ്ററീസ് യൂസ് ചെയ്യുക. ബാറ്ററീസ് വളരെ ഹാംഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അത് റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററീസ് യൂസ് ചെയ്യുക. അതുവഴി നമുക്കെന്ന് പറയുമ്പം ഒരു ബാറ്ററി തീരുമ്പോൾ അടുത്ത ബാറ്ററി അങ്ങനെ ഉള്ളത് മറിച്ച് നമ്മൾ റീചാർജബിൾ ആയിട്ടാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഒരു ബാറ്ററി അതിൻ്റെ ഒരു ലൈഫ് ടൈം തീരുന്നത് വരെ നമുക്ക് അതിനെ തന്നെ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. അതുവഴി നമുക്ക് പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ട്രൈ ടു അവോയ്ഡ് ആസ്കിങ് ഫോർ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് കഴിവതും ഒഴിവാക്കുക. അല്ലാതുള്ള മറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയലിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ക്യാരി ബാഗ്സ് യൂസ് ചെയ്യുക. റീയൂസ് ആൻഡ് റീസൈക്കിൾ പേപ്പർ, ഗ്ലാസ്, പ്ലാസ്റ്റിക്, അലൂമിനിയം, സ്ക്രാപ്പ് മെറ്റൽ ആൻഡ് ഡിസ്യാർഡ് വേസ്റ്റ്. പർച്ചേസ് പ്രോഡക്ട്സ് കണ്ടെയ്നിങ് ടോക്സിക് ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ റീസൈക്ലിങ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ഒരുപാട് പ്രൊമോട്ട് ചെയ്യുക. ഈ പേപ്പർ ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും അലൂമിനിയം ആണെങ്കിലും റീയൂസ് മാക്സിമം. ഇപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാതെ ഉള്ളതിനെ തന്നെ നമ്മൾ റീയൂസ് ചെയ്യുക. അതുപോലെ തന്നെ പറ്റുന്നതിനെയൊക്കെ റീസൈക്കിൾ ചെയ്യുക. അതുവഴി നമുക്ക് വേസ്റ്റിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറയുന്നത് പർച്ചേസ് പ്രോഡക്ട്സ് കണ്ടെയ്നിങ് ടോക്സിക് ഇൻഗ്രീഡിയൻസ് ഓൺലി വെൻ യു ക്യാൻ നോട്ട്. അതായത് നമ്മൾ നേരത്തെ പെസ്റ്റിസൈഡ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും നെസസറി ആണെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ മാത്രം ടോക്സിക് ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുക. ഇനി അവസാനമായിട്ട് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഇഫക്റ്റീവ് ഓർഗനൈസേഷൻ, ഡയറക്ഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ കൗണ്ടർ ഡിസാസ്റ്റർ റിസോഴ്സസ്. അതായത് കൗണ്ടർ ഡിസാസ്റ്റർ റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഡിസാസ്റ്റർ റിസോഴ്സ് ഡിസാസ്റ്റേഴ്സിനെ മാനേജ് ചെയ്യുന്ന ആ ഒരു റിസോഴ്സസിനെ വളരെ ഇഫക്റ്റീവായിട്ട് ഓർഗനൈസ് ചെയ്യുക, അതിനെ ഡയറക്റ്റ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഡിസാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ടൈമിൽ അതിനെ വളരെ ഇഫക്റ്റീവായിട്ട് ഓർഗനൈസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, there are 3 basic aspects of disaster management. Disaster impact and response, disaster preparedness and disaster mitigation. അപ്പോൾ ഡിസാസ്റ്റർ ഇമ്പാക്റ്റ് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുമ്പം ദ ഡിസാസ്റ്റർ ഇമ്പാക്റ്റ് ആൻഡ് റെസ്പോൺസ് ആസ്പെക്ട് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ഓപ്പറേഷൻ: സെർച്ച് ആൻഡ് റെസ്ക്യൂ, ഫസ്റ്റ് എയ്ഡ്, triage and stabilization of victim, hospital treatment, identification of dead, relief phase, managing humanitarian supplies, water, food, etc., reconstruction and rehabilitation. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആ ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ റെസ്പോൺസ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ട്, ഇപ്പോൾ ഒരു ലാൻഡ് സ്ലൈഡ് തന്നെ ഉണ്ടായി. അപ്പം ആ ഒരു സ്ലൈഡ് നടന്നതിന് ഉള്ളിൽ അതിനകത്തായിട്ട് എത്രത്തോളം ആൾക്കാർ കുടുങ്ങിക്കിടപ്പുണ്ട്, അവരെ സെർച്ച് ചെയ്യുക, പറ്റുന്നവരെ എല്ലാം റെസ്ക്യൂ ചെയ്യുക, അവർക്ക് വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡ്സ് കൊടുക്കുക,
അതുപോലെ തന്നെ വിക്ടിമിന് അവരുടെ ആ ഒരു സ്റ്റെബിലൈസ്ഡ് കണ്ടീഷനിൽ തന്നെയാണോ എന്ന് നോക്കുക. ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് നോക്കുക. ഇൻ കേസ് ആരെങ്കിലും അതിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ഒബ്വിയസ്ലി ഇങ്ങനെയുള്ള ഒരു ഡിസാസ്റ്ററൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു റിലീഫ് ഫേസ്, അതായത് ഒരു അവർ റിലീഫായി വരുന്ന ഒരു ഫേസ് ഉണ്ടായിരിക്കും. ആ ഫേസിൽ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള സപ്ലൈസും, അതായത് ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ, ഇങ്ങനൊരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഹ്യൂമാനിറ്റേറിയൻ, അതായത് ബേസിക് നീഡ്സ് എല്ലാം, അവരുടെ വാട്ടർ, ഫുഡ്, ഷെൽട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സപ്ലൈ ചെയ്യുക. പിന്നെ അവർക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാനും റീഹാബിലിറ്റ് ചെയ്യാനുമുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ഈസ് എ പ്രോഗ്രാം ഓഫ് ലോങ് ടേം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് whose goals are to strengthen the overall capacity and capability of a country to manage effectively all types of emergency. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എല്ലാ ടൈപ്സ് ഓഫ് എമർജൻസീസിനെയും വളരെ എഫിഷ്യൻ്റായിട്ട് ഇഫക്റ്റീവായിട്ടും അതിനെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ക്യാപ്പബിലിറ്റിയും സ്ട്രെങ്തൻ ചെയ്യുന്ന ലോങ് ടേം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയാണ് നമ്മൾ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഡിസാസ്റ്റർ മിറ്റിഗേഷനാണ്. മിറ്റിഗേഷൻ മീൻസ് ലെസണിങ് ദ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ദ നാച്ചുറൽ ഹസാർഡ്സ്. നമ്മൾ ഇപ്പോൾ നാച്ചുറൽ ഹസാർഡ്സിൻ്റെ തന്നെ ഇഫക്ട്സിനെ മിറ്റിഗേറ്റ് ചെയ്യുക, അതായത് റെഡ്യൂസ് ചെയ്യുക. നെഗറ്റീവ് ഇമ്പാക്ട്സിനെ ഒരു പരിധി വരെയെങ്കിലും ലെസൺ ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് തേർഡ് മൊഡ്യൂളിലുള്ളത്. ഇതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഇപ്പോൾ മൊത്തത്തിൽ ഇതിനകത്ത് പറയുന്നത് പൊല്യൂഷനെ കുറിച്ചും അതേപോലെ തന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാ ഒരു ടോപ്പിക്സും ജസ്റ്റ് ഇപ്പം എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് എന്താണ് ആ കൺസെപ്റ്റ് എന്നെങ്കിലും മനസ്സിലാക്കിയേക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ച ഒരു ഓർമ്മയിലോ അല്ലെങ്കിൽ കണ്ട ഒരു ഓർമ്മയിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് അറ്റൻഡ് ചെയ്യാനെങ്കിലും പറ്റും. അപ്പം ജനറലായിട്ട് ചോദിക്കുന്ന പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജനറൽ നോളേജ് വെച്ചിട്ട് എഴുതിയാൽ പോലും, ഇപ്പോൾ ടെക്സ്റ്റൽ കണ്ടൻറ്റ് തന്നെ അല്ലെങ്കിൽ ആ കറക്റ്റ് സിലബസിൽ പറയുന്ന കണ്ടൻറ്റിൽ നിന്ന് തന്നെ ആയിരിക്കണമെന്നില്ല ക്വസ്റ്റ്യൻ വരുന്നത്. സോ അപ്പം അതിൽ നിന്ന് തന്നെ എഴുതണം എന്നൊന്നുമില്ല നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ. നമ്മൾ ജനറലായിട്ട് പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം EVS എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് വെച്ചിട്ട് നമ്മൾ എഴുതിയാൽ നമുക്ക് ജനറലായിട്ടുള്ള ആ ഒരു നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് എഴുതിയാലും നമുക്കവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു പേപ്പറായിട്ട് തോന്നിയാൽ പോലും മാർക്ക് സ്കോർ ചെയ്യാൻ അങ്ങനെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് വളരെ ടെക്നിക്കലി ആൻസർ ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.